ഞങ്ങളെ കഷ്ടപ്പാട് കണ്ടിട്ട് ഇതൊന്ന് വീട് ആശിച്ചു വന്നതാണ് വീട്. പക്ഷെ അത് വേഗം പൂർത്തിയാക്കി തരണം ഞങ്ങൾക്ക്. കറണ്ട് കാണി കുപ്പേന്റെ മാറ്റിപ്പത്തിൽ കാണി എന്താക്കും 5 ലക്ഷത്തിന്റെ വീടല്ലേ ഇത്? അപ്പൊ ആ ഒരു വീടിന്റെ പണി ഇവിടെ നടന്നിട്ടുണ്ടോ? ഇല്ല, നടന്നിട്ടില്ല. ഇന്ന് ഞാനുള്ളത് നാരമാങ്ങ, അതായത് കല്ലിച്ചാൽ ട്രൈബൽസ് കോളനിയിലാണ്. എല്ലാവരുടെയും സ്വപ്നം തന്നെയായിരിക്കും ഒരു വീട് എന്നുള്ളത്. ആ വീട് എന്ന് പറയുന്ന സമയത്ത് ഇവിടെ ഉള്ള ആൾക്കാർക്ക് അതൊരു സ്വപ്നം മാത്രം. ഒന്ന് കിടന്നുറങ്ങാനോ, എത്ര മഴവെള്ളപ്പാച്ചിൽ വന്നാലും ഒന്ന് അതിനുള്ളിൽ കിടന്നുറങ്ങാൻ പോലും ഇവർക്ക് പറ്റും. ഇപ്പോ ഈ വീട് കെട്ടിപ്പോയിട്ട് ഇപ്പൊ എത്ര വർഷങ്ങളായി? ഇപ്പോ ഇതിപ്പോ 1.5 വർഷമായി. 1.5 വർഷമായി. കഴിഞ്ഞ കർക്കിടക മാസത്ത് പിന്നെ ഇതൊക്കെ തറക്കെ ഇട്ടിട്ട് പോയതാണ്. ഓക്കെ. അത് കഴിഞ്ഞ് ഈ കൊല്ലാകുമ്പത്തേക്ക് കെട്ടൊക്കെ ഇതായി. കെട്ടൊക്കെ ഇപ്പോ എന്താ പറയുക, നിങ്ങൾ നേരത്തെ പറഞ്ഞത് ചോർച്ചയോ? ചോർച്ച, ഭയങ്കര ചോർച്ച. ഇടയിലുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഓരോ സ്ഥലത്ത് ഇങ്ങനെ വെള്ളം താഴേക്ക് വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ? ഇപ്പൊ തേപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെ, എന്താ പറഞ്ഞത്? തേപ്പ് ലാസ്റ്റ് എല്ലാം ബില്ല് പാസ്സായോ? പാസ്സായി, എല്ലാവർക്കും പാസ്സായി. 8 വീടിനും പാസ്സായി. 3 അങ്ങനെ 25, 50 അങ്ങനെ ഓരോരോ കിടുവായിട്ട് കുറച്ച് കയറി. ഓക്കെ. അങ്ങനെ കേറിയിട്ടാണെങ്കിലും 5.5 എത്രയാ ഫണ്ട്? എത്രയാ ഫണ്ട്? 5-7 ലക്ഷം രൂപ പാസ്സായിട്ട് മൊത്തം അവർ കോൺട്രാക്ടർക്ക് എടുത്ത് കൊടുത്തായിരുന്നു? ഇല്ല, മൊത്തം പകുതിയെ കേറിയിട്ടുള്ളൂ. ഇനിയും കേറാനുണ്ട്. അപ്പോ ബില്ല് അതിപ്പോ ഈ തേച്ച് പിന്നെ വീടൊക്കെ അടുക്കളൊക്കെ റെഡി ആയി കഴിഞ്ഞാൽ മാത്രമേ അതെടുത്ത് കൊടുക്കുള്ളൂ. ഓക്കെ. അപ്പൊ അത് പണിക്കാർ വരാത്തതിന്റെ ബുദ്ധിമുട്ടാണോ, അല്ലെങ്കിൽ പൈസ കേറാത്തതിന്റെ ബുദ്ധിമുട്ടാണോ? പണിക്കാര് വരാത്തതിന്റെ ബുദ്ധിമുട്ടാണ്. പണിക്കാര് വരാത്തതിന് നിങ്ങൾ വിളിച്ചിരുന്നോ, ചോദിച്ചിരുന്നോ? ഞങ്ങള് എല്ലാ ആഴ്ചയും ഞങ്ങൾ വിളിക്കലും ചോദിക്കലും ഒക്കെ ഉണ്ട്. അവര് പണിക്കാരെ കിട്ടണില്ല എന്ന് പറഞ്ഞിട്ട് അവര് ഒഴിവായി പോവുക. അപ്പൊ വരാൻ മടിക്കാണ്. അപ്പൊ ഇത് പെട്ടെന്ന് തേച്ച് കഴിയുകയാണെങ്കിൽ പെട്ടെന്ന് ബില്ല് പാസ്സാക്കി കേറി കൂടായിരുന്നു അല്ലേ? പക്ഷെ അതിന് പോലും പറ്റുന്നില്ല. അപ്പൊ പണിക്കാരിലോട്ട് അപ്പൊ ഈ അടുത്ത് കൊറേ ആയോ വിളിച്ചിട്ട്? ഇപ്പൊ അവരെ വിളിച്ചതാണ് ഞങ്ങള്. മിഞ്ഞാന്ന് കൂടി വിളിച്ചു. അപ്പോഴെന്താ അവര് പറഞ്ഞേ? അവര് പണിക്കാരെ കിട്ടണില്ല എന്ന് പറഞ്ഞിട്ട് അവര് ഒഴിവാവാണ്. അപ്പൊ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്ത സമയത്ത് അവര് കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി 3 മാസം കൊണ്ടാണ് ഇത് പറഞ്ഞത്. 3 മാസം കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര വർഷമായി? 1.5 വർഷമായി. 3 മാസം കഴിഞ്ഞ കാര്യങ്ങൾ പെട്ടെന്ന് തീർത്തു തരാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ 1.5 വർഷമായി ഈ വീട് തേക്കാണ്ട് ഒരു അനാഥ പോലെ കിടക്കുക. ഇതിനുള്ളിൽ പാമ്പും കാര്യങ്ങളൊക്കെ വന്നാൽ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല. അതാണ് ഇപ്പൊ ഞങ്ങൾ അതിന്റെ ഉള്ളിൽ കിടക്കണ രാത്രിക്ക്. വാതിലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഓരോരോ ഗഡു പാസ്സാവുന്ന സമയത്ത് അവിടെ നിന്ന് വരുമല്ലോ, പഞ്ചായത്തിൽ നിന്ന് വരുമല്ലോ നോക്കാന്? പഞ്ചായത്തിൽ നിന്ന് കൊറേ ആയി വന്നിട്ട്. 6-7 മാസമായി. 6-7 മാസമായി. ഈ കെട്ട ഇത് പൂർത്തിയായപ്പോ മാത്രം അവരൊന്ന് വന്ന് നോക്കിട്ട് പോയ. പിന്നെ വന്നിട്ടേ ഇല്ല. പിന്നെ വന്നിരുന്നു. പിന്നെ ഇത് പൂക്കി വാർപ്പ് കഴിഞ്ഞപ്പോ വന്നു. പിന്നെ വന്നിട്ടില്ല. വഴിന്റെ കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഗേറ്റ് ഇടണ്ട, ഇത് പോക്ക് വരവിന് ആൾക്കാർക്ക് ഭയങ്കര കഷ്ടമായിരിക്കും ചുറ്റിപ്പോകാനെന്നൊക്കെ പറഞ്ഞിട്ട് മാത്രം പോയിട്ടുണ്ട്. അപ്പോ ഇത് വാർപ്പ് കഴിഞ്ഞിട്ട് ഒരു ബില്ല് പാസ്സായി കഴിഞ്ഞാൽ അവര് വരുമല്ലോ? ഒരു ബില്ല് പാസ്സായി കഴിഞ്ഞാൽ അവര് വന്ന് നോക്കിട്ട്. അപ്പൊ പണിക്കാർ വരാതാണ് ഏറ്റവും വലിയ പ്രശ്നം. ബാത്റൂം കുഴി കുഴിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെയുണ്ട്. ഒന്നും ചെയ്തു തന്നിട്ടില്ല. അടുക്കളയൊക്കെ അത്യാവശ്യം വലിപ്പുണ്ടോ നിങ്ങൾക്ക്? അതാണ് ഇപ്പൊ അടുക്കളയും കുറച്ച് കുറവാണ്, ബാത്റൂമും കുറവാണ്. വീതിയില്ല ബാത്റൂമും അടുക്കളയും. 5 ലക്ഷത്തിന്റെ വീടല്ലേ ഇത്? അപ്പൊ ആ ഒരു വീടിന്റെ പണി ഇവിടെ നടന്നിട്ടുണ്ടോ? ഇല്ല, നടന്നിട്ടില്ല. 5 ലക്ഷത്തിന്റെ പണി നടന്നിട്ടില്ല ഈ വീട്ടിൽ. പിന്നെ ഇതിലങ്ങനെ കോലായിട്ട് തരാൻ പറഞ്ഞിട്ട് അതും കൂടെ അവരിട്ട് തന്നിട്ടില്ല. അതൊക്കെ അവർ ഈ ബില്ലിൽ തന്നെ ഉൾപ്പെടുത്തി പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു വീടെങ്കിലും പൂർത്തിയാക്കിയിട്ടുള്ള വീടുണ്ടോ? ഇല്ല. 8 വീടും ഇതേപോലെ തന്നെ ചോർന്നൊലിച്ച് എല്ലാവർക്കും ഒരേ കംപ്ലൈന്റ്. എല്ലാവർക്കും 2 വീട് തേച്ചിട്ടുണ്ട്. അതും അങ്ങനെ തന്നെ ചോർച്ചയാ, ഉള്ളില് ചോർച്ചയാ. നിങ്ങളിതിൽ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാറുണ്ടോ പണിക്ക്? ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുക്കല്ലോ ഞങ്ങള്. എല്ലാ ഹെൽപ്പും ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞങ്ങള്. ഈ തറയ്ക്കൊക്കെ മണ്ണ് കയറ്റിയിട്ടത് ഞങ്ങള് രാത്രിക്ക് 10-12 മണി വരെ ഞങ്ങള് രാത്രി മണ്ണുക്ക് വരല്ല, ആണുങ്ങളും പെണ്ണുങ്ങളും. ഇവിടെ വഴി സൗകര്യമൊക്കെ എങ്ങനെയാ? വഴി സൗകര്യമാണ് കഷ്ടം. പ്രായമായി കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് വന്നാലും പോലും വണ്ടി വരാനും ഒരു ആശുപത്രി നമുക്ക് അർജന്റിനെ ആശുപത്രി കൊണ്ടുപോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വീട് പണിയായതുകൊണ്ട് കാവായൊക്കെ മൂടി ഇപ്പൊ വെള്ളം ഇങ്ങോട്ട് വീട്ടിന്റെ ഉള്ളിലേക്കാ കയറണേ മഴ പെയ്യുമ്പോ. മഴ പെയ്ത് കഴിഞ്ഞാൽ ഉള്ളിലോട്ടായിരിക്കും വെള്ളം മൊത്തം അല്ലേ? ഓ ഇതൊക്കെ വിണ്ടു വരുന്നത് നോക്ക്.
അപ്പുറമുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നു നമുക്ക് ഇത് കൂടി നോക്കി കാണാലോ. ഇതാണ് അടുക്കള. ഇതാണ് അടുക്കള. ഇതിൽ ആൾക്കാർ വന്നെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാനും ഞങ്ങളെ കൊണ്ട് പറ്റില്ല ഈ അടുക്കളയും കൊണ്ട്. അപ്പൊ നിങ്ങൾ ഇതിന്റെ കാര്യങ്ങള് കോൺട്രാക്ടറിനോട് പറഞ്ഞിരുന്നു അടുക്കള കുറച്ചും കൂടി വലുതാക്കി അവര് സ്വന്തം പറഞ്ഞതാണ് വലുതാക്കി തരാം, കുറച്ച് വലുതാക്കി തരാന്ന്. പക്ഷെ തന്നിട്ടില്ല. ഇവര് കെട്ടി തന്നത് ഇങ്ങനെ ഇവിടെ വരെ ബാത്റൂം ഇട്ട് തരാൻ പറഞ്ഞതാണ് അവര്. അപ്പൊ ഇത് കൂടാണ്ട് ഇവിടെ വരെ നല്ല സ്പേസ് ആയിട്ട് ബാത്റൂം ഇട്ട് തരാൻ പറഞ്ഞു. അത് കൂടാണ്ട് അപ്പൊ ഈ ഒരു സ്പേസ് ബാത്റൂം കിട്ടിയിട്ട് അവിടെ അടുക്കള കുറച്ചും കൂടി വീതി കൂട്ടായിരുന്നു. അവരങ്ങനെയാണ് പറഞ്ഞത്. അടുക്കള ലാസം വീതി കൂട്ടിട്ട് ബാത്റൂം ഇവിടുന്ന് ഇങ്ങോട്ട് ആ സൈഡിൽ ഒരു കമ്പി ഉണ്ടായിരുന്നു. ആ സൈഡിലെ ആ വാതിലില്ലേ അവിടെയാണ് ബാത്റൂമിന്റെയും പിന്നെ അടുക്കളന്റെയും ഇത് കമ്പി ഇട്ട് വെച്ചത് അവര്. ഇത് മേലെ കൂടെ ഒക്കെ ചോരുന്ന വെള്ളമാണ് ഇവിടെ താഴെ ഇങ്ങനെ വെള്ളം നിൽക്കുന്നത്. പണിക്കാർക്ക് കൂലി കിട്ടാണ്ട് പണിക്കാർ കിട്ടണില്ല. അതുകൊണ്ടാണ് പണിക്കാർ വരാത്തെ. 4 കുടുംബമാണ് ഇവിടെ താമസിക്കുന്നത്. ഒരു ഷെഡിൽ 2 കുടുംബം, ഒരു ഷെഡിൽ 2 കുടുംബം അങ്ങനെ. പിന്നെ ആണുങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഡ്രസ്സ് മാറാൻ ഭയങ്കര ഒരു കഷ്ടപ്പാട്, ബുദ്ധിമുട്ടാണ്. പിന്നെ പിള്ളേർക്കാണ് അധികം, അവർ ചെറുപ്പം വളർന്നു വരുന്ന കുട്ടികളല്ലേ, അതുകൊണ്ടൊരു വിഷമമുണ്ട് ഞങ്ങൾക്ക്. ഇപ്പോൾ പിരിയണ്ട് കെട്ടി പൗതിയൊക്കെ ആക്കി വെച്ചുള്ളത് ഇനിയും കുറേ പണിയില്ല. പഠിപ്പൊണ്ട് പറ്റിൽ കാണി, കറണ്ടൊണ്ട് കാണി, കുപ്പയൊണ്ട് മാറ്റി പറ്റിൽ കാണി എന്താക്കും. ഇവിടെ ഒരുപാട് പേരെ പരാതി ഉണ്ടായിരുന്നു, മറ്റേ പണിക്ക് വരുന്നില്ല. പണിക്ക് വരൂ, പൈസ പ്രോബ്ലം ആവും. പൈസ കിട്ടുന്നില്ല. പൈസ കിട്ടുന്നില്ല. പണിക്ക് വരൂ. മൂന്ന് വീട് 5-5 കഴിയും. ഇത് പൈസ കിട്ടില്ല. പൈസ കിട്ടുന്നില്ല. ആരാ പൈസ തരാത്തത്? അതായത് നിങ്ങളെ വിളിക്കുന്ന കോൺട്രാക്ടർ ആണോ അതോ കോൺട്രാക്ടർ പൈസ തരുന്നില്ല? 10 ആളുണ്ട്. എനിക്ക് സൈഡില് 5-5 ആള് പണിക്ക് വരൂ. എനിക്ക് പൈസ കിട്ടില്ല. 10 പേര് വന്നിട്ടും പൈസ കിട്ടില്ല. കൂലി കിട്ടുന്നില്ല. ഞായറാഴ്ച പൈസ തരാം, തിങ്കളാഴ്ച തരാം, ഇന്നുണ്ട് ചെയ്യാം. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ പണിക്ക് വരാൻ ബുദ്ധിമുട്ട്. പണിക്ക് വരൂ. കോൺട്രാക്ടർ ഫോൺ എടുക്കേണ്ടിട്ടില്ല. ഫോൺ കിട്ടില്ല. വിളിച്ചാൽ എടുക്കുന്നില്ല, കോൺട്രാക്ടർ എടുക്കുന്നില്ല. ഇപ്പൊ ഈ പണി കഴിഞ്ഞ വന്നിട്ടില്ല. കോൺട്രാക്ടർ വന്നിട്ടില്ല, ഇല്ല, ഇതുവരെയായിട്ട് വന്നിട്ടില്ല. വിസിറ്റ് ചെയ്യാൻ പോലും വന്നിട്ടില്ല. എനിക്ക് ഓണർ ഇല്ലേ, ബംഗാളി ഓണർ. ഓണർ ഇത് മലയാളി ഓണർ. എനിക്ക് വിളിച്ചില്ല, ഫോൺ എടുക്കേണ്ടില്ല. നിങ്ങൾ ബംഗാളി ഓണർ നിങ്ങൾക്ക് വിളിക്കുന്നില്ല, മലയാളി എനിക്ക് ബംഗാളി ആൾക്കാർ വേണ്ട, എനിക്ക് പൈസ മതി. പതുക്കെ കെട്ടി കഴിച്ചുള്ളൂ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഒഴിവാക്കി പോകാൻ നിൽക്കുന്നില്ല. പൈസ ഞങ്ങൾ എടുത്ത് ഒപ്പിട്ടിട്ട് ചെക്ക് വാങ്ങിച്ചു പോയി. എന്നിട്ട് പൈസ എടുത്തു, പിന്നെ കെട്ടുന്നില്ല, ഒന്നുമില്ല. ആണ് എൻ്റെ പെണ്ണുങ്ങളും കൊച്ചുള്ളത്. ഭയങ്കര കഷ്ടമാണ്. പൊടി കാരണം ഭയങ്കര ഡസ്റ്റാണ്. അവർ കൊച്ചിന് തീരെ മിഞ്ഞാന്നൊക്കെ വർഷത്തിൽ കൊണ്ടുപോയായിട്ടായിരുന്നു പൊടിൻ്റെ ഇതും കാര്യമൊക്കെ ആയിട്ട്. അപ്പോൾ വീട് ഇങ്ങനെ തേച്ച് കഴിഞ്ഞിട്ട് എല്ലാ പകുതി തേക്കുന്നുണ്ട്, പകുതി തേച്ചിട്ട് അങ്ങനെ ഇരിച്ചിട്ടുണ്ട്. ബാക്കി വീടൊന്നും തേക്കാനും ഇല്ല, അങ്ങനെ തന്നെ സ്റ്റോപ്പായി നിൽക്കാറുണ്ട്. ഞങ്ങളെ കഷ്ടപ്പാട് കണ്ടിട്ട് ഇതൊന്ന് വീട് ആശിച്ചു വന്നതാണ് വീട്, പക്ഷെ അത് വേഗം പൂർത്തിയാക്കി തരണം ഞങ്ങൾക്ക്. ഇതൊക്കെയാണ് ഇവിടുത്തെ ജനങ്ങളുടെ പ്രശ്നം. ഈ വീടുകളൊക്കെ ഇങ്ങനെ പണി കഴിയാണ്ട് കിടക്കുന്നത് കോൺട്രാക്ടറിന്റെ പ്രശ്നമാണോ അതോ ബില്ല് ഇനിയും പാസ്സാവാത്തതിന്റെ പ്രശ്നമാണോ?